ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഹൈപ്പൊക്കെ അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാല്ലേ. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനും ഗോവർദ്ധനും കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്റ്റാൻലിയെ തേടിയുള്ള യാത്രയാണ് കേട്ടോ. ആദ്യം ഗംഗാധര മേനോന്റെ അടുത്ത് പോകണം, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം. അത് കഴിഞ്ഞിട്ട് വേണം ഈ സ്റ്റാൻലി ജീവിച്ചിരിപ്പുണ്ടോ അതോ എല്ലാവരും കൂടെ കൊന്നു കളഞ്ഞോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പൊ അതിനിടയിൽ നമ്മുടെ അലീനയുടെ കാര്യമാണല്ലോ ഇന്ന് ലാസ്റ്റ് ഭാഗമായിട്ട് സംസാരിക്കുന്നത്. ലാസ്റ്റ് സീനിൽ നമ്മൾ കണ്ടത്. അപ്പൊ അലീന പോകുമ്പം പ്രശ്നങ്ങളെല്ലാം രൂക്ഷമാവുകയുള്ളൂ. അലീന എന്ന് പറയുന്ന ഒരു അടപ്പ് അടച്ചു വെച്ചിരിക്കുന്ന ഒരു കുടമുണ്ട്. ആ കുടത്തിനകത്തൊരു ഭൂതമുണ്ട്. ഈ അലീന അടപ്പാണല്ലോ. അലീന അങ്ങ് പോയി കഴിയുമ്പോൾ ആ കുടത്തിനകത്ത് ഭൂതം അങ്ങോട്ട് ഇറങ്ങും. ഭൂതം അങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ നെടുമ്പുരയ്ക്കൽ വീട് ഒരു പ്രേതാലയം തന്നെ ആകും എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അതെങ്ങനെയാ അതെനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ഗോവർദ്ധനം ചോദിച്ചപ്പോഴത്തേക്കും അതൊക്കെ കാണാൻ പോകുന്ന പൂരം അല്ലേ എടോ, അത് പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ? എല്ലാവരുടെയും വിചാരം അലീന ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ നെടുമ്പുരയ്ക്കൽ വീട്ടില് ഭൂകമ്പം നടക്കുന്നത് എന്ന്. ഭൂകമ്പമൊന്നും അല്ല, അതുക്ക് മേലെയാണ് ഇനി നടക്കാൻ പോകുന്നത്. ആ ഭൂതം ഉണ്ടല്ലോ വൈജയനെ മുറുകെ പിടിക്കും. പിന്നെ ആ ഭൂതം വൈജയനെ വിടാൻ പോകുന്നില്ല. പിന്നെ വൈജയെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. പെട്ടെന്നൊന്നും കൊല്ലാൻ പറ്റത്തില്ല, ഇഞ്ചിഞ്ചായിട്ട് തന്നെ കൊല്ലാൻ പറ്റത്തുള്ളൂ. നഖത്തുനിന്ന് തുടങ്ങി തലയിലെ മുടിയില്ലേ അതുവരെ ഓരോന്ന് പറിച്ച് ഇഞ്ചിഞ്ചായിട്ടാണ് ആ ഭൂതം നമ്മുടെ വൈജയനെ കൊല്ലാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് പറ്റി ബാലേട്ടൻ പറയുന്നൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ബാലേട്ടൻ ഇപ്പൊ എന്താ ഈ പറയുന്നത്? ഭൂതമോ? ഏത് ഭൂതം? അതിപ്പോ ആരാ ഭൂതം എന്നൊക്കെ ചോദിച്ചപ്പം അങ്ങനെ ഒരു ഭൂതം ഉണ്ട്. ഇപ്പൊ അലീന ഉള്ളത് കൊണ്ട് മാത്രം ആ ഭൂതം ഇങ്ങനെ അടങ്ങിയിരിക്കുന്നതാണ്. അലീന ആ ഭൂതത്തെ തളച്ചു വെച്ചിരിക്കുക. അലീന അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും ഭൂതത്തിന്റെ പണി അങ്ങ് തുടങ്ങും. പിന്നെയാണടോ കളി നിനക്ക് കാണാം എന്നൊക്കെ ഇങ്ങനെ ഗോവർദ്ധനോട് പറഞ്ഞപ്പം എന്തായാലും ബാലേട്ടാ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് 3 മക്കളുണ്ടല്ലോ. ആ 3 മക്കളെ വിചാരിച്ചെങ്കിലും രണ്ടുപേർക്കും ഒന്ന് അടങ്ങിക്കൂടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും മിണ്ടരുത് തന്നെ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാ തന്നെ ഞാൻ എന്റെ കൂടെ കൂട്ടിയത്. ഇനിയിപ്പോ വൈജയുടെ പേരും പറഞ്ഞ് വൈജയുടെ വശത്ത് നിന്ന് ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാല് ഞാനൊരു കാര്യം പറഞ്ഞു, ഇപ്പൊ തന്നെ ഞാൻ ഇറക്കി വിടും. എന്റെ കൂടെ നിൽക്കാനാ ഞാൻ നിനക്ക് ശമ്പളം തന്ന് നിർത്തിയിരിക്കുന്നത്. നീ എന്റെ പെങ്ങടെ ഭർത്താവൊക്കെ ആയിരിക്കാം ഗോവർദ്ധന, പക്ഷെ നീയുമായിട്ട് ഞാനൊരു ബന്ധമുണ്ടല്ലോ, ആ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടാ നിന്നെ ഞാൻ എന്റെ കൂടെ കൊണ്ടു നടക്കുന്നത്, അറിയാലോ. അതുകൊണ്ട് ആ ഭൂതം ഇളകിയാലും ഇളകിയില്ലെങ്കിലും ഗോവർദ്ധന നീ എന്റെ കൂടെ കണ്ടിരിക്കണം. അല്ലെങ്കിൽ നിനക്ക് ഇപ്പൊ തന്നെ ചിന്തിക്കാം. ഇപ്പൊ തന്നെ ചിന്തിച്ച് ആലോചിച്ച് നിനക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാന്ന് പറയുമ്പോ എന്റെ ബാലേട്ട, ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. എന്തിനും ഏതിനും ഞാൻ ബാലേട്ടന്റെ കൂടെ ഉണ്ടാകും. അത് എന്നും അങ്ങനെ തന്നെയല്ലേ, ഇത്രയും നാളായിട്ട് അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ എന്തിനും ഏതിനും ഞാൻ ബാലേട്ടന്റെ കൂടെ ഉണ്ട്. അതോർത്ത് ബാലേട്ടൻ പേടിക്കണ്ട. പക്ഷെ ഈ ബാലേട്ടൻ ഭൂതം, പിശാച്, പ്രേതം എന്നൊക്കെ പറയുമ്പോഴത്തേക്കേ നമുക്കത് ഉൾക്കൊള്ളാൻ ഒരു മനസ്സ് വേണമല്ലോ. അതിന്റെ ഉള്ളിൽ എന്താണ് എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ബാലേട്ടൻ അത് പറഞ്ഞിട്ടില്ല. പക്ഷെ ബാലേട്ടൻ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ മറയ്ക്കുന്നത് എന്താണെന്ന് ഞാൻ ചോദിക്കുകയല്ല ചെയ്യുന്നത്. അതിനൊരു പരിഹാരം ഇല്ലേന്നാ ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞപ്പം ഇല്ല ഗോവർദ്ധന, അതിനൊരു പരിഹാരം ഞാനെന്നല്ല അങ്ങ് ദൈവം തമ്പുരാൻ പോലും ഇറങ്ങി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാൻ പോകുന്നില്ല. അതിനൊരു പരിഹാരം ഇല്ല. അതിനുള്ള പരിഹാരം എന്ന് പറയുന്നതാണ് വൈജയുടെ മരണം. ഇത് ഒറ്റയടിക്ക് അവളെ അങ്ങ് കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ശരിയാവത്തില്ലെന്നേ. അങ്ങനെ ആ ഭൂതം പതിയെ നെഗവും പിഴുത് അതുപോലെ മുടിയും പിഴുത് ലാസ്റ്റ് ആ ഭൂതം അങ്ങ് ഭൂതത്തിന്റെ വഴിക്ക് പൊക്കോളും. അതുവരെ വൈജയനിട്ട് വട്ടം ചുറ്റിച്ച് വെള്ളം കോരിച്ചിട്ടേ ആ ഭൂതം പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോവർദ്ധനം പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബാലേട്ട. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ബാലേട്ടന്റെ കൂടെ എന്തിനും ഏതിനും പണ്ട് കണ്ട പോലെ തന്നെ ബാലേട്ടന്റെ കൂടെ എന്തിനും ഏതിനും എപ്പോഴും ഞാൻ ബാലേട്ടന്റെ കൂടെ കാണും. അതിനിപ്പം കൊല്ലാനാണെങ്കിലും തല്ലാനാണെങ്കിലും തല വെട്ടാനാണെങ്കിലും എന്തിനാണെങ്കിലും ബാലേട്ടന്റെ കൂടെ ഞാൻ കാണും. പക്ഷെ ശരീരം നോക്കണം കേട്ടോ ബാലേട്ട. എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലെ ഒരു പോക്ക് പോയതല്ലായിരുന്നോ? അന്ന് തിരിച്ചു വന്നത് ഒരു ഹൃദ്രോഗി ആയിട്ടല്ലേ. ഇനി അങ്ങനെ ആകരുത് ബാലേട്ട എന്നൊക്കെ പറയുമ്പോ ഹൃദ്രോഹി, ഇനിയിപ്പം അതിനൊക്കെ എവിടെ നിന്നാടോ സമയമുള്ളത്? ഇനി എനിക്ക് ഉള്ള സമയം എന്ന് പറഞ്ഞാല് അത് വല്ലാത്ത വിലപ്പെട്ട സമയ. അലീന ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതല് പിന്നെ എന്റെ സമയ, എന്റെ മാത്രം സമയ. ആ സമയം
ഓടിക്കുന്നതും നിർത്തുന്നതും ഒക്കെ ഞാൻ തന്നെ ആയിരിക്കുന്ന. ഗോവർദ്ധന് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല, അവിടെ എന്താ നടക്കുന്നത്, എന്തൊക്കെയാണ് കാട്ടി കൂട്ടുന്നത് എന്നൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഗോവർദ്ധന്. ഏതായാലും വണ്ടി ഇങ്ങനെ ഓടിച്ചോടിച്ചോണ്ട് പോകുന്നു. അതിനിടയ്ക്ക് ഭയങ്കര പെരുമഴയുണ്ട്. മഴയത്ത് വണ്ടി ഇങ്ങനെ ഓടി നീങ്ങി പോകുന്നു. നമ്മുടെ ബാലചന്ദ്രൻ ആ വണ്ടിക്കകത്ത് ഇരുന്ന് ഉറക്കെ അട്ടഹസിച്ച് ഇങ്ങനെ ചിരിക്കുന്ന ഒരു സൗണ്ടൊക്കെ നമ്മളെ കേൾപ്പിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു സിനിമാറ്റിക് പോലെ ആട്ടോ കഥ മുന്നോട്ടേക്ക് പോകുന്നത്. നിങ്ങൾ കണ്ടു കാണുമല്ലേ, ആ പ്രമോയ്ക്കകത്തൊക്കെ ആ പട്ടികളെയും കൊണ്ട് നമ്മുടെ സ്റ്റാൻഡിൽ പിടിച്ചു പോകുന്ന അതിന്റെയൊക്കെ അടിയിൽ എന്തോരമാണോ കമന്റ്സ് വന്നിരിക്കുന്നത്. നമ്മുടെ ഏഷ്യാനെറ്റുകാർ ഇട്ടേക്കുന്ന ആ പ്രമോയിൽ തന്നെ ഒത്തിരി കമന്റ് വന്നിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ നോക്കിയാൽ മതി. കിട്ടില്ലെന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു സീരിയല് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇത്ര വർഷമായിട്ട് സീരിയൽ കാണുന്നവരാണ്, ഇതുവരെ കണ്ടിട്ടില്ല. അത്രമാത്രം അത് സിനിമാറ്റിക് ആയിട്ട് ഒരു സീരിയൽ കിട്ടാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് കമന്റ്സ് ഒക്കെ കണ്ടിട്ട്, അപ്പൊ അതുപോലെ തന്നെയാണ്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല. അപ്പം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അലീനയും രോഹിതും ബബിതയും കൃഷ്ണമോളും, പേരൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്നു. അപ്പൊ അവരെല്ലാവരും കൂടി നേരെ നമ്മുടെ മാമച്ചന്റെയും ഗ്രേസിയുടെയും വീട്ടിലേക്ക് പോവാണ്. അപ്പൊ മാമച്ചന്റെയും ഗ്രേസിയുടെയും വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഏതായാലും അവർക്ക് കുറച്ച് ദിവസം നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ ട്രീറ്റ് ചെയ്യും മാമച്ചനും അതുപോലെ തന്നെ നമ്മുടെ ഗ്രേസിയും ഒക്കെ. അപ്പൊ മാമച്ചനും ഗ്രേസിയും ഇവര് വരുന്നതൊക്കെ നോക്കിയിരിക്കുകയാണ്. മാത്രല്ല നമ്മുടെ ഗ്രേസി പറയുകയും ചെയ്തു, അല്ല രേവതിക്കുട്ടി നീ അറിഞ്ഞായിരുന്നോ അലീനയൊക്കെ വരുന്നുണ്ടെന്ന്? അലീനയൊക്കെ വരുന്നുണ്ടെന്നോ? ആര് പറഞ്ഞു? എന്നോട് ആരും പറഞ്ഞില്ലല്ലോ. അലീന എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ വിളിച്ച് അലീന പറഞ്ഞല്ലോ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കുട്ടി അങ്ങനെ പറഞ്ഞോ? അല്ല, എനിക്കതൊന്നും വിശ്വാസം വരുന്നില്ലല്ലോ. എത്ര ദിവസമായി എന്നെ അലീന ചേച്ചി വിളിച്ചതെന്നറിയാമോ? ഇപ്പൊ അലീന ചേച്ചി എന്നെ വിളിക്കാറേ ഇല്ല. എന്നെ വിളിക്കാതെ അലീന ചേച്ചി നിങ്ങളെ വിളിച്ചല്ലേ എന്ന്. അപ്പോഴത്തേക്കും തന്നെ ഒരു കൊതിക്കറുവായിട്ടോ നമ്മുടെ രേവതിക്ക്. കാരണം നമ്മുടെ അലീന രേവതിയെ വിളിച്ച് പറയാതെ ഗ്രേസിനെ മാമച്ചനെയൊക്കെ വിളിച്ച് പറഞ്ഞ് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. രേവതി ഇനി വിളിച്ച് പറയാനുള്ളതല്ലേ കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ കുതിക്കറവൊക്കെ ആയിട്ട് വരുമ്പോ വരട്ടെ, എനിക്കെന്നാ, അല്ലെങ്കിൽ ഇപ്പൊ എന്നെ വേണ്ടല്ലോ, അവിടെ കിട്ടിയിട്ടുണ്ടല്ലോ 3-4 പേരെ, അല്ലെങ്കിൽ രക്തത്തെ തിരിച്ചറിഞ്ഞപ്പോഴത്തേക്കും എന്നെ വേണ്ടല്ലോ എന്നുള്ളൊരു മട്ടിൽ കൊതിക്കറവൊക്കെ ആയിട്ട് നമ്മുടെ രേവതിക്കുട്ടി. ഈ സമയത്താണെങ്കിൽ അവിടുന്ന് വണ്ടിക്കാട്ടോ വരുന്നത്. രോഹിത്താണ് ഡ്രൈവ് ചെയ്യുന്നത്. കാരണം ഗോവർദ്ധന്റെ വണ്ടിക്കാണല്ലോ അവര് പോയിരിക്കുന്നത്. ഗോവർദ്ധന്റെ വണ്ടിക്കാണെന്ന് തോന്നുന്നു അവര് പോയത്, അതോ നമ്മുടെ ബാലചന്ദ്രന്റെ വണ്ടിക്കാണ്. ഏതായാലും ഒരു വണ്ടി അവിടെ ഉണ്ട്. ഏതായാലും ഒരാളുടെ വണ്ടിക്ക് പോയി, ഒരു വണ്ടി അവിടെ ഉണ്ട്. രണ്ടുപേരിലും 6 വണ്ടി അവിടെ ഉണ്ട്. അപ്പൊ ആ വണ്ടിക്കാണ് വരുന്നത്. അപ്പൊ ആ വണ്ടിക്ക് വരുന്നു. ഇവര് വരുന്ന വഴിക്ക് എന്താ പറയാ, നല്ലൊരു ഉല്ലാസ യാത്ര പോലെയൊക്കെയാണ്. നമ്മുടെ അലീനയുടെ കൂടെ ആദ്യമായിട്ടുള്ള ഒരു ട്രിപ്പാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു നല്ലൊരു വൈബിലാണ് അവര് വരുന്നത്. അപ്പൊ വരുന്ന വഴിക്ക് അവര് റെസ്റ്റോറന്റിൽ കയറുകയും അതുപോലെ തന്നെ കരിക്ക് കുടിക്കാൻ കയറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ മനുവെ വിളിച്ച് അലീന അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും മനു ചോദിച്ചു, ഞാനും എന്നാ വരട്ടെ എന്ന് മനു ചോദിക്കുന്നുണ്ട്. മനുവിന് ഇവരുടെ കൂടെ പോകാൻ ഒരു താല്പര്യമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ മനു ഞാൻ വരട്ടെ എന്നങ്ങണ്ടാന്ന് തോന്നുന്നു ചോദിക്കുന്നത്. അപ്പൊ അലീന പറഞ്ഞു വേണ്ട, ഞങ്ങളെ കൂട്ടിന് ഞാൻ വരട്ടെ എന്നങ്ങണ്ടാ ചോദിക്കുന്നത്. അപ്പൊ രോഹിത് ഉണ്ട് കൂട്ടിന്, വേണ്ട വരണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ മനുവിനോടും യാത്ര പറഞ്ഞിട്ടൊക്കെ തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പൊ അലീനെ എന്നെ മിസ്സാക്കി കളഞ്ഞല്ലോ നീ. ഇപ്പൊ നിനക്ക് രോഹിത്തിനെയും കൃഷ്ണമോളെയും ബബിതയൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ലോക്കൽ ഗാർഡിയനായോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഡയലോഗ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അലീന പറഞ്ഞു, മനുവേട്ടനെ കഴിഞ്ഞിട്ടല്ലേ മനുവേട്ട ഉള്ളൂ, ഞാൻ ഈ വീട്ടിലെത്താൻ തന്നെ കാരണം മനുവേട്ടനല്ലേ. മനുവേട്ടൻ അന്ന് വിചാരിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരുപക്ഷെ ഈ വീട്ടിൽ എത്തത്തില്ലായിരുന്നല്ലോ. കാരണം മനുവേട്ടനല്ലേ ഞാൻ ഈ വീട്ടിലെത്താൻ കാരണക്കാരന്. അന്ന് മുത്തശ്ശൻ മനുവേട്ടനോട് എല്ലാം പറഞ്ഞതുകൊണ്ട് മനുവേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നു. അപ്പൊ മനുവേട്ടന് അങ്ങനെ ഒരു മനസ്സുള്ളതുകൊണ്ടല്ലേ മുത്തശ്ശനൊക്കെ പറഞ്ഞു. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നാ പിന്നെ നിങ്ങൾ പോയി യാത്ര പോയിട്ട് വാ, നല്ലൊരു യാത്ര, അത് ഹാപ്പി ജേർണി ഒക്കെ നേർന്നു. അത് കഴിഞ്ഞിട്ട് ഇവര് ഫോണൊക്കെ കട്ട് ചെയ്തിട്ട് നേരെ പോവുകയാണ് കേട്ടോ. അപ്പൊ നേരെ പോയി ഈ കുശലോ ഒക്കെ പറഞ്ഞ് സന്തോഷിച്ച് പാട്ടൊക്കെ പാടിയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രേസിയുടെ മാമച്ചന്റെ വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി രോഹിത് വണ്ടി നിർത്തി. അലീനയാണ് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. സത്യത്തിൽ അലീനയാണ് അവരുടെ മാപ്പ്. അപ്പൊ അലീന വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നേരെ ആ വലിയൊരു കൊട്ടാരം പോലത്തെ വീട് തന്നെയാണല്ലോ ഈ ഗ്രേസിയുടെ ഒക്കെ വീട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തിയത് നമ്മുടെ രോഹിത്, ഇതാണോ രേവതി എന്ന് പറയുന്ന ആ കൊച്ചു നിൽക്കുന്ന വീടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ ഈ വീട്ടിലാ. ഇത് വലിയ വീടാണല്ലോ എന്ന് പറഞ്ഞ് വീടൊക്കെ മൊത്തം നോക്കുന്നു. വലിയൊരു മുറ്റം, വിശാലമായ മുറ്റം. അതായത് ഈ മാമച്ചന്റെ ഗ്രേസിയുടെ ഈ വീട് ഇരിക്കുന്നതും കുറച്ച് വലിയൊരു, അതായത് ഒരു 3-4-5 ഏക്കറോളം അവിടെ ഉണ്ട്. അപ്പൊ അതിന് ചുറ്റും കുറെ ഫോറസ്റ്റ് ഏരിയയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ്.
എല്ലാവരും ഇറങ്ങി, എല്ലാവരും നല്ല കൗതുകത്തോടു കൂടിയൊക്കെയാണ് നോക്കുന്നത്, ആ വീട് നോക്കി കാണുന്നത്. അപ്പം അഭിനയം പറഞ്ഞു, നല്ല രസമുണ്ടല്ലോ വീട് കാണാനായിട്ട്, ഈ പരിസരത്തൊന്നും വേറെ വീടൊന്നും ഇല്ലേ, അപ്പൊ ഈ വീട്ടിലെ എല്ലാ പണികളും ചെയ്യുന്നത് രേവതിയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഈ വീട്ടിലെ പണികളെല്ലാം ചെയ്യുന്ന രേവതി ഒന്നും അല്ല, വേറെ പുറത്തെ പണിയൊക്കെ ചെയ്യാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. രേവതിക്കുട്ടി ഫുഡ് മാത്രമല്ലേ ഉണ്ടാക്കത്തുള്ളൂ, പിന്നെ ഇപ്പൊ ഈ വീട്ടിലെ വീട്ടുകാരി തന്നെ രേവതിക്കുട്ടി അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അലീന ഇറങ്ങി ചെല്ലുന്നുണ്ട്. അപ്പൊ അലീന ഇതിനു മുമ്പ് പറഞ്ഞായിരുന്നേ, നമ്മൾ ചെല്ലാൻ നോക്കിയിരിക്കുകയായിരിക്കും രേവതിക്കുട്ടി, ഓടി വരും, കെട്ടിപ്പിടിക്കും, കണ്ടോണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇത് ഒക്കെ ഇവരുടെ മനസ്സിൽ. അപ്പൊ രേവതിക്കുട്ടി അവിടെ നോടി വരും, എല്ലാ പ്രാവശ്യവും രേവതിക്കുട്ടി അങ്ങനെയാണല്ലോ. അപ്പൊ ആ ഒരു ഇതൊക്കെ ആട്ടോ മനസ്സില്. എന്ത് ചെയ്യാനാ, രേവതിക്കുട്ടി വന്നില്ല. വന്നത് നമ്മുടെ ഗ്രേസിയും മാമച്ചനുമാണ്. അപ്പം ഗ്രേസിയും മാമച്ചനും വരുന്നു, രേവതിക്കുട്ടിനെ കാണുന്നുമില്ല. അപ്പൊ തന്നെ നമ്മുടെ രോഹിത്തിനൊക്കെ എന്തോ പോലെ ആയി പോയിട്ടോ, രോഹിത്തിനും അതുപോലെ തന്നെ കൃഷ്ണമോൾക്കും. ഇപ്പം പറഞ്ഞ ആ ഒരു ഇതിലില്ലല്ലോ, ആ ഒരു അത്ര ഒരു വൈബ് നമ്മുടെ രേവതിക്കുട്ടി ഇല്ലാത്തോണ്ട് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ ഇവര് വന്നത് കൊണ്ടാണോ രേവതിക്കുട്ടിക്ക് ഒരു ഇഷ്ടക്കേട്? അപ്പം ഈ പറയുന്ന രോഹിത്തും ഉണ്ടല്ലോ, അപ്പൊ രോഹിത്തും ഉള്ളത് കൊണ്ടാണോ ഒരു ഇഷ്ടക്കേടെന്ന് രോഹിത്തിന് തന്നെ സ്വയമേ തോന്നിപ്പോ. കാരണം രോഹിത്തിന് സ്വയമേ തോന്നും, അറിയാലോ, ആ ഒരു അപകർഷതാബോധം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് രോഹിത്തിന് അങ്ങനെ തോന്നുന്നു. അപ്പൊ രോഹിത് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല കേട്ടോ. അപ്പൊ നമ്മുടെ കൃഷ്ണമോളി ചോദിച്ചു, എന്ത് പറ്റിയേട്ടാ, രോഹിയുടെ വണ്ടി ഇരിക്കുന്നത് ഇറങ്ങുന്നില്ലെന്ന് ചോദിച്ചപ്പോ, അത് പിന്നെ ഞാൻ ഇറങ്ങാം, എനിക്ക് എന്തോ പോലെ തോന്നുവാ, ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ അങ്ങ് തിരിച്ചു പോട്ടെ, ഞാൻ തിരിച്ചു പോയിട്ട് നിങ്ങൾ വരാൻ നേരത്തെ എന്നെ വിളിച്ചാൽ മതി എന്ന് അലീന പറഞ്ഞതേ, അട്ടിമേടിക്കൂട്ടോ, മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങിക്കേ, നമ്മള് 4 പേരും ഇവിടെ തങ്ങുന്ന അവരോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവര് അതനുസരിച്ച് പ്ലാൻ ചെയ്തല്ലായിരിക്കും അവരിയ്ക്കുന്നത്, ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞത്. രോഹി എന്റെ ഇത് മേടിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് രോഹി നമ്മുടെ അലീനയുടെ നിർബന്ധപ്രകാരമാണ് പതിയെ ഇറങ്ങി വരുന്നത്. അപ്പം നമ്മുടെ രോഹി ഇറങ്ങി വന്നു. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അല്ല എന്തിയെ ഗ്രേസി ആന്റി, രേവതിക്കുട്ടീനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അവൾ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു, കുറച്ചു നേരമായിട്ടേ അവളെ കാണുന്നില്ല. അല്ല, ഞങ്ങൾ ഓർക്കുമായിരുന്നു, സാധാരണ അവളെ അങ്ങ് മേലെ ബാൽക്കണിയിൽ നിന്ന് നോക്കുന്നതാ, എപ്പ അലീന ചേച്ചി വരുന്നു, എന്നിട്ട് അവൾ ഓടി വരുന്നതല്ലായിരുന്നോ ഇങ്ങോട്ട്, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അവളെ കാണുന്നില്ല. ഇനിയിപ്പം ഞാൻ പറഞ്ഞതായിരുന്നല്ലോ വരുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കുട്ടി വീടിനകത്ത് കയറി പാത്ത് ഒളിച്ചിരിക്കുകയാണ് ആ റൂമിനകത്ത്. അങ്ങനെ അലീന കയറി വന്നു. അപ്പൊ രോഹിത്തിനെയും ബബിതയും കൃഷ്ണമോളെയൊക്കെ മാമച്ചനും ഗ്രേസിയൊക്കെ കൂടി ക്ഷണിച്ച് നിൽക്കാതെ കയറി ഭാഗത്ത് വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവര് ഭയങ്കര സ്നേഹത്തോടു കൂടി നമ്മുടെ രോഹിത്തിനെയൊക്കെ വിളിച്ച് അകത്ത് കയറ്റിയിരുത്തി. ഭയങ്കര സ്നേഹമല്ല അവർക്ക്, അവർ പ്രത്യേകിച്ച് അവരെ അതിഥികളെ സ്വീകരിക്കാൻ ഒരു പ്രത്യേക ഒരു കഴിവുള്ളവരാണ് ഈ ഗ്രേസി മാമച്ചനൊക്കെ. അപ്പൊ അവര് അകത്ത് കയറ്റിയൊക്കെ ഇരുത്തി. അപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ രേവതിക്കുട്ടീനെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ചിലപ്പോൾ അവള് റൂമിനകത്ത് കാണുമായിരിക്കും, ചിലപ്പോൾ ടോയ്ലറ്റിലോ അങ്ങനെ ബാത്റൂമിലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, എന്നാൽ പിന്നെ ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞു. അങ്ങനെ നേരെ നമ്മുടെ അലീന ചെന്നു. അപ്പം ഈ ഒരു സമയത്ത് ബാലചന്ദ്രനെയൊക്കെ തിരക്കിട്ടോ, അച്ഛൻ എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പോ അച്ഛനൊരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്, അച്ഛൻ അങ്ങോട്ടേക്ക് പോയേക്കുവാണെന്ന് രോഹിത്തും ബബിതയും കൃഷ്ണമോളൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ അലീന നേരെ പോവുകയാണ് നമ്മുടെ രേവതിക്കുട്ടിയുടെ അടുത്തേക്ക്. രേവതിക്കുട്ടി അവിടെ ചെന്ന് രേവതിക്കുട്ടി എന്ന് വിളിക്കുന്നുണ്ട്. രേവതിക്കുട്ടി മറിഞ്ഞു നിൽക്കാണ്ട്. അപ്പൊ രേവതിക്കുട്ടിനെ കണ്ടപ്പോഴത്തേക്കും പുറകെ ചെന്ന് അലീന ഇങ്ങനെ കെട്ടിപ്പിടിച്ചുട്ടോ, എന്ത് പറ്റീന്ന് ചോദിച്ചു. അപ്പൊ രേവതിക്കുട്ടി തിരിഞ്ഞിട്ടൊന്നും മിണ്ടുന്നില്ല കേട്ടോ, ഒരക്ഷരം പോലും രേവതിക്കുട്ടി മിണ്ടുന്നില്ല. അപ്പം അലീന ചോദിച്ചു, എന്താ എന്റെ രേവതിക്കുട്ടിക്ക് പറ്റിയത്, എന്താണ് നീ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും രേവതിക്കുട്ടി അങ്ങ് കരയാൻ തുടങ്ങിയിട്ട്, അല്ലെങ്കിലും എനിക്കറിയാം എന്നെ ആർക്കും വേണ്ടല്ലോ, ഞാനതിനാരാ, എനിക്കാരും ഇല്ലല്ലോ, എനിക്കറിയാന്നൊക്കെ പറഞ്ഞപ്പം അലീനയ്ക്ക് അങ്ങ് വിഷമായി പോയിട്ടോ. ഏതായാലും നമ്മുടെ രേവതിക്കുട്ടിയുടെ പിണക്കം അലീന തന്നെ മാറ്റിയെടുക്കും കേട്ടോ. അപ്പൊ ഇത്ര കോർത്തൊക്കെ എനിക്കൊരു അടിപൊളി വിശേഷമാണ് നാളെ വരാൻ പോകുന്നത്, മിസ് ചെയ്ത് കളയരുത്. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് തന്നെ കാണാൻ. നമ്മൾ എന്നും രാവിലെ ഒരു 7:30 കൂടി വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ നാളെ ഇന്ന് നമുക്ക് അലീനയുടെ കഥ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നയനയുടെയും ആദർശിന്റെയും കഥയും അതുപോലെ തന്നെ രേവതിയുടെ സച്ചിയുടെയും കഥയൊക്കെ നാളെ നമുക്ക് ഇനി ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം നാളെ അതിന്റെ പ്രമോ വിശേഷമൊക്കെ ആയിട്ട് വരാം. പിന്നെ നമുക്ക് ഇപ്പൊ അടുത്ത ആഴ്ചത്തെ പ്രമോ എന്ന് പറയുന്നത് കിടിലൻ പ്രമോയാണ് അലീനയുടെ വിശേഷത്തിന്റെ, അത് നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കും. ഇതിനോടൊപ്പം തന്നെ നമ്മൾ അപ്കമിങ് വിശേഷം ചെയ്യുന്നുണ്ട്, അത് റിയൽ സ്റ്റോറി ന്യൂവിനകത്താണ്. കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, പോയി നോക്കാൻ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.